ഒരു ദിവസം ബനൂ ഇസ്രായേല്യരിൽ പ്രസംഗിക്കാനായി എഴുന്നേറ്റ് നിന്നു മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. നല്ല പ്രസംഗം, ഒരുപാട് ഇൽമുകൾ മൂസാ നബി ഇങ്ങനെ പറഞ്ഞപ്പോ പടച്ചോനെ, മൂസാ നബിയുടെ ഒരു ഇൽമ് എത്രയാണ്! ഇത് ഉൾക്കൊണ്ടുകൊണ്ട് സദസ്സിൽ നിന്നൊരാൾ ചോദിച്ചു, ഇന്നിപ്പോ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ ആലിമാരാണ്. അവ മൂസാ നബി പറഞ്ഞു, എന്താ സംശയം, ഞാൻ തന്നെ. ആ മറുപടി അത്ര ശരിയായ മറുപടി ആയില്ല. النبي بن كعب رضي الله عنه أنه سمع رسول الله صلى الله عليه وسلم يقول മഹാനായ ഉബയ്യ ഇബ്നു കഅബ് തങ്ങൾ പറയുകയാണ്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. അന്ന മൂസ അലൈഹിസ്സലാം ഖാമ ഖതീബൻ ഫീ ബനീ ഇസ്രായീൽ. മൂസാ നബി ഒരിക്കൽ ബനൂ ഇസ്രായേല്യരിൽ പ്രസംഗത്തിനായി എഴുന്നേറ്റ് നിന്നു. ഒരുപാട് കാര്യങ്ങളാ കുറഞ്ഞ സമയം കൊണ്ട് മൂസാ നബി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഫസുഇല അയ്യുന്നാസി അഅലം. അപ്പോഴാണ് സദസ്സിൽ നിന്നൊരു ചോദ്യമുണ്ടായി, ആരാണ് മൂസാ നബിയെ ഇന്ന് ഏറ്റവും വലിയ ആലിം? മൂസാ നബി പറഞ്ഞു, ഞാൻ തന്നെയാണ്. ഫഅതബല്ലാഹു അലൈഹി. അതിന്റെ പേരിൽ മൂസാ നബിക്ക് ആക്ഷേപമുണ്ടായി. എന്തിനാണ് ആക്ഷേപമെന്നല്ലേ? ഇദ്ലം യറുദ്ദൽ ഇൽമ ഇലൈഹി. ആർക്കാണ് ഏറ്റവും വലിയ വിജ്ഞാനമെന്ന് ഇലാഹായ റബ്ബിനല്ലേ അറിയൂ. അങ്ങനെയാണ് അല്ലാഹു അഅലം എന്നാണ് മൂസാ നബി മറുപടി പറയേണ്ടത്. പക്ഷെ അങ്ങനല്ല മറുപടി പറഞ്ഞത്, ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ ആലിം. അങ്ങനെ മറുപടി കൊടുത്തത്. അതിന്റെ പേരിലാണ് റബ്ബിന്റെ ഭാഗത്ത് നിന്നും ആക്ഷേപം വന്നത്. ഉടനെ അല്ലാഹു മൂസാ നബിയോട് വഹി അറിയിക്കുന്നുണ്ട്. ഫൗഹല്ലാഹു ഇലൈഹി ഇന്നലി അബ്ദൻ ബിമജ്മഇൽ ബഹ്റൈനി ഹുവ അഅലമു മിൻക. മൂസേ, ആ സമുദ്രം സംഗമിക്കുന്നിടത്ത്, രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുന്നിടത്ത് എന്റെ ഒരു അടിമയുണ്ട്. ആ അടിമക്ക് നിന്നേക്കാൾ ജ്ഞാനമുണ്ട് മൂസേ. നിന്നേക്കാൾ വലിയ ആലിമാണ് അദ്ദേഹം. അതുകൊണ്ട് അവിടെ ചെന്ന് നീ ഇൽമു പഠിക്കണം. എവിടെയാണ് അബ്ദ്, ആരാണത്, എങ്ങനെയാണ് ഞാൻ തിരിച്ചറിയുന്നത്? അല്ലാഹു പറഞ്ഞു, മൂസേ തഖുദ മഅക ഹൂതാ ഫതജ്അൽഹു ഫീ മിക്തലിൻ ഫഹൈസുമാ ഫുഖിദത്തിൽ ഹൂതു ഫഹുവ സമ്മാ. നീ ഒരു കാര്യം ചെയ്യ്, ഒരു മീനിനെ പിടിക്കുക. ചില റിവായത്തിൽ അതിനെ പൊരിക്കുക, പൊരിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു കൊട്ടയിലിടുക. ആ കൊട്ടയിട്ട് അങ്ങനെ പോയിക്കോ. എവിടെയാണോ എവിടെയാണോ ഈ മത്സ്യം നഷ്ടപ്പെടുന്നത്, അവിടെ നിനക്ക് ഈ അടിമയെ കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഒരു അടയാളവും അല്ലാഹു തന്നെ പറഞ്ഞു കൊടുത്തു. ഞാൻ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും മൂസാ നബി അങ്ങനെ കൊട്ടയിൽ മീനിനെയുമായി നടന്നു. ചരിത്രത്തിന്റെ വിശദീകരണം പറയല്ല. അവസാനം ഈ മനുഷ്യനെ കണ്ടുമുട്ടി, ഖിളിർ നബിയെ കണ്ടുമുട്ടി. അപ്പൊ അല്ലാഹുവേ, റബ്ബിന്റെ കൽപ്പനയല്ലേ ഖിളിർ നബിയുടെ കൂടെ പോണെന്ന്. ഖിളിർ നബിയോട് മൂസാ നബി ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ കൂടെ വരട്ടെ, എനിക്ക് നിങ്ങൾ ഇൽമു പഠിപ്പിച്ചു തരണം. അതിനുവേണ്ടി قال له موسى هل اتبعك على أن تعلمني مما علمت رشدا. റുഷ്ദിന്റെ വിജ്ഞാനം അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരുമോ? ആ കണ്ടീഷനോടുകൂടെ ഞാൻ നിങ്ങളുടെ പിന്നാലെ വരട്ടെയോ? ശിഷ്യനായിട്ട് ഉസ്താദിനോട് ചോദിക്കുകയാണ്, ഹൽ അത്തബിഉക, ഞാൻ നിങ്ങളെ പിൻപറ്റട്ടെ, അലാ അൻ തുഅല്ലിമനി, നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരാനായി. എന്ത്? മിമ്മാ ഉല്ലിംത റുഷ്ദാ, നിങ്ങൾക്ക് അല്ലാഹു റുഷ്ദിന്റെ വിജ്ഞാനം, സന്മാർഗത്തിന്റെ ജ്ഞാനം, ലദുന്നിയായ ഇൽമ്, ഹിബത്തിന്റെ ഇൽമ്, റഹ്മത്തിന്റെ ഇൽമ് നൽകിയിട്ടുണ്ട്. അതെനിക്ക് പഠിപ്പിച്ചു തരണം. അതിനായി ഞാൻ നിങ്ങളുടെ പിന്നാലെ വരട്ടെ. ഉടനെ കൊടുത്ത മറുപടി എന്താ അറിയോ?
മൂസേ എന്റെ കൂടെ ക്ഷമിച്ചു വരാൻ നിനക്ക് കഴിയില്ലല്ലോ. അല്ലെങ്കിലും വകൈഫ തസ്ബിറു അലാ മാ ലം തുഹ്തി ബിഹി ഖുബ്റാ. ആയത്തിലുള്ള റഹ്മത്തിന്റെ ജ്ഞാനമില്ലാത്ത നിനക്ക് എങ്ങനെയാണ് എന്റെ കൂടെ ക്ഷമിച്ചു വരാൻ കഴിയുന്നത്? നീ വലിയ ആലിമാണ്, ഇൽമുണ്ട്, പക്ഷേ ലദുന്നിയായ റഹ്മത്തിന്റെ അമീഖായ ജ്ഞാനം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എന്റെ ചെയ്തികളൊന്നും അത് വലിയ നല്ല ചെയ്തിയായി നിങ്ങൾക്ക് തോന്നൂല. പിന്നെങ്ങനെ നിങ്ങൾക്ക് എന്റെ കൂടെ ക്ഷമിച്ചു വരാൻ കഴിയാ? ഉടനെ ഖാല മൂസാ നബി പറയുന്നുണ്ട്, സതജിദുനി ഇൻഷാ അല്ലാഹു സ്വാബിറാ വലാ അസ്ഫീ ലക അംറാ. സതജിദുനി, എന്നെ നിങ്ങൾ എത്തിക്കും ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് സ്വാബിറൻ, ക്ഷമാശീലരിൽ തന്നെ എത്തിക്കും. ഞാൻ ക്ഷമിച്ച് നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. വലാ അഅസീ ലക അംറ, നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തിനും ഞാൻ എതിര് പറയില്ല, നിങ്ങൾ ചെയ്യുന്നതിനും ഞാൻ എതിര് നിൽക്കൂല. നിങ്ങൾക്ക് അല്ലാഹു വലിയ അമീഖായ ഹിബത്തിന്റെ റഹ്മത്തിന്റെ ഇൽമു തന്നതല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ആയിക്കോട്ടെ, എന്നാ എന്റെ കൂടെ പോന്നോ, എല്ലാം കണ്ടു പഠിച്ചാ മതി, ചോദ്യമൊന്നും വേണ്ട. പറയാനുള്ളത് ഞാൻ അങ്ങോട്ട് പറഞ്ഞോളും, എന്നോടിങ്ങോട്ടൊന്നും ചോദിക്കേണ്ട. ആ നിബന്ധനയോടെ നിനക്ക് വേണമെങ്കിൽ എന്റെ കൂടെ വരാം. ചോദിച്ചു പഠിക്കണ്ട, കണ്ടു പഠിച്ചാ മതി, ഇങ്ങോട്ട് ചോദിക്കണ്ട. ഏതെങ്കിലും കാര്യം നിന്നോട് വിശദീകരിക്കേണ്ടതുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിശദീകരിച്ചോളും എന്നൊക്കെ പറഞ്ഞു. ആ നിബന്ധനയോടുകൂടെ മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പോവാൻ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ പോവുകയാണ്. സുബ്ഹാനല്ലാഹ് ഫന്തലഖ ഹത്താ ഇദാ റകിബാ ഫിസ് സഫീനതി ഖറഖഹാ ഖാല അഖറഖതഹാ ലിതുഗ്രിക അഹ്ലഹാ ലഖദ് ജിഅത ശൈഅൻ അംറാ. രണ്ടുപേരും കപ്പലിൽ കയറുന്നു. കപ്പലിൽ കയറിയ ഉടനെ ഖിളർ നബി ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ഒന്ന് കേൾക്കി. ഖിളർ നബി ചെയ്യുന്ന പണി ഖറഖഹ, അവിടെ ഒരു കോടാലി ഉണ്ടായിരുന്നു, ഒരു മഴ ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് ഈ കപ്പൽ, പുതിയ കപ്പലാണ്, അതിന്റെ ഒത്ത നടുവിലെ ഒരു പലക വെട്ടിയാണ്ട് പൊളിക്കുകയാണ്. എന്താണ് പ്രത്യക്ഷത്തിൽ എത്ര വലിയ മണ്ടത്തരാണ് ഈ ചെയ്യുന്നത്? കൂലി പോലും വാങ്ങാതെയാണ് ഖിളർ നബിയെയും മൂസ നബിയെയും അവരെ കപ്പലിൽ കയറ്റിയത്. ഇതങ്ങ് കണ്ടപ്പോൾ ഖാല അഖറഖതഹാ ലിതുഗ്രിക അഹ്ലഹാ ലഖദ് ജിഅത ശൈഅൻ നിംറാ. എന്താണ് മനുഷ്യ നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് ഇതെന്തിന്റെ കേടാ? കൂലി പോലും വാങ്ങാതെ ഈ കപ്പലിൽ കയറ്റിയിട്ട് ഇങ്ങനെയുള്ളൊരു പുത്തൻ കപ്പൽ, അതിന്റെ ഒത്ത സെന്ററിൽ മഴയെടുത്ത് വെട്ടിപ്പൊളിക്കാൻ നിങ്ങൾക്കിതെന്തിന്റെ കേടാണ്? നിങ്ങൾ ചെയ്യുന്നത് തിന്മയാണ്, അരുതെന്ന് പറഞ്ഞു മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ മറുപടി എന്താ അറിയോ? നേരത്തെ തന്നെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലയോ, നിനക്ക് എന്റെ കൂടെ ക്ഷമിച്ചു വരാൻ കഴിയില്ലെന്ന്. അല്ല, ഈ പറഞ്ഞതൊക്കെ മറന്നോ? ഞാൻ പറഞ്ഞതല്ലേ ക്ഷമിച്ചെന്റെ കൂടെ വരാൻ കഴിയില്ലാന്ന്. അപ്പം മൂസാ നബി പറഞ്ഞു, അള്ളാഹു പറഞ്ഞതല്ലേ, പിന്നെ താന്ന് കൊടുക്കല്ലാതെ നിർവാഹമല്ലല്ലോ. നബി പറഞ്ഞു, ഫലാ തുആഖിദ്നി ബിമാ നസീതു വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റാ. പറ്റിപ്പോയതാണ്, സോറി, ക്ഷമിക്കണം, ഇനി ഞാൻ ചോദിക്കൂല, ഇതെനിക്ക് മാപ്പാക്കി തരണം. സത്യത്തിൽ ഈ കപ്പല് ഖിളർ നബി പൊളിച്ചത് കൊണ്ട് ആ കപ്പലുള്ളവരെ എല്ലാവരെയും വെള്ളത്തിൽ മുക്കി കൊല്ലലല്ല ലക്ഷ്യം. പിന്നെയോ എല്ലാവരെയും രക്ഷപ്പെടുത്തലാണ് ലക്ഷ്യം. അതെങ്ങനെ? ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഫകാനത് ലിമസാകീന യഅമലൂന ഫിൽ ബഹർ ഫഅറദ്തു അൻ നഈബഹാ വകാന വറാഅഹും മലികുൻ യഅഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബാ. ഈ കപ്പൽ
അത് പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ കപ്പലായിരുന്നു. യഅമലൂന ഫിൽ ബഹരി, എന്തെങ്കിലുമൊക്കെ ജോലി ആ കടലിലൂടെ കപ്പലിൽ പോയി അങ്ങനെ വരുമാന മാർഗം ഉണ്ടാക്കി ജീവിക്കുന്ന മിസ്കീന്മാരെ കപ്പലാണ്. ഫഅറത്തു അൻ അഈബഹ, ഇതിന് കാര്യമായ ഒരു ന്യൂനത ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? വകാന വറാഅഹും മലിക്കുൻ, കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ അവിടെ ഒരു രാജാവും സൈന്യവും കാത്തിരിക്കുന്നുണ്ട്. ഹുദദ് ബിൻ ബുദദ് എന്നാണ് ആ രാജാവിന്റെ പേര്. എന്ന് പറഞ്ഞു നോക്കിയാൽ ഹുദദ് ബിൻ ബുദദ് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു രാജാവ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അയാൾ വരുന്ന കപ്പലൊക്കെ നിരീക്ഷിച്ചിട്ട് കേടുപാടില്ലാത്ത നല്ല കപ്പലാണെന്ന് കണ്ടാൽ ആ കപ്പലിലുള്ള ആളുകളെയൊക്കെയും കൊലപ്പെടുത്തി കടലിലേക്ക് തള്ളുകയും ആ കപ്പലിലുള്ള സമ്പത്തും കൊള്ളയടിക്കുകയും ചെയ്യുക, ഇതായിരുന്നു അയാളുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ദ്വാരമുണ്ടാക്കി. ആ ദ്വാരമുണ്ടാക്കൽ കൊണ്ട് രാജാവ് കപ്പൽ പരിശോധിച്ചപ്പോൾ ഇതിന്റെ ഒത്ത സെന്ററിൽ തന്നെ ദ്വാരമുണ്ട്, ഇത് നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് നേരെ കപ്പൽ ഒഴിവാക്കി വിടുകയായിരുന്നു. അപ്പൊ ആ ഒരു കപ്പൽ പൊളിക്കൽ കൊണ്ട് സത്യത്തിൽ അതിലുള്ള ആളുകൾ മുഴുവനും രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പ്രത്യക്ഷത്തിൽ ഇത് ദുൽമായിട്ട് തോന്നുന്നുവെങ്കിലും ആത്യന്തികമായി അത് ആ കപ്പലിലെ ആളുകളോട് വലിയ കാരുണ്യമായിരുന്നു. ഇത് നമ്മൾ ചിന്തിക്കണം. ഒരു ദിവസം രാവിലെ തന്നെ ഒരു വഴിക്ക് പോകാൻ വേണ്ടി നമ്മുടെ വാഹനത്തിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അതിന് ചൂടാവണ്ട, അതിന് നീ കുറെ ദേഷ്യം പിടിക്കണ്ട. നീ ചിന്തിക്കണം, ഇന്ന് ഈ സമയത്തിന്റെ വണ്ടി സ്റ്റാർട്ടാവാത്തതിൽ എന്തോ ഒരു ഖൈർ എനിക്കുണ്ടായിരിക്കും. ഒരു മുഅ്മിനായ മനുഷ്യന് അല്ലാഹു എന്ത് കണക്കാക്കിയാലും അതിൽ വലിയ ഖൈറുണ്ടാകുമെന്നല്ലേ. ഈ സമയത്തിന്റെ വണ്ടി സ്റ്റാർട്ടാകാതിരിക്കലായിരിക്കും എനിക്ക് ഖൈർ. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുമ്പോഴേ യഥാർത്ഥ മുഅ്മിനീങ്ങളായി നമ്മൾ മാറൂ. അള്ളാന്റെ റഹ്മത്തിൽ അടിയുറച്ച വിശ്വാസമുള്ളവരായി മാറൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെ ഒരുപാട് സംഗതികൾ ഈ സൂറത്തിൽ കഹ്ഫിലൂടെ അള്ളാഹു പറയുന്നുണ്ട്.